ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ വിഭജിച്ചതിന് ശേഷവും നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഒക്കെ ഇത്രയും മാത്രം രൂക്ഷമാവാൻ കാരണം അമേരിക്കയുടെ തെറ്റായിട്ടുള്ള രാഷ്ട്രീയ നയങ്ങളാണ്. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. എന്നാൽ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഭരിക്കാൻ കയറിയതിന് ശേഷം ഇതിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി ആയതുകൊണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാനും അവർക്ക് കഴിയുന്നില്ല. ഇന്ത്യ അമേരിക്കയുടെ വലിയൊരു സുഹൃത്തായതുകൊണ്ട് ഇന്ത്യയും പൂർണ്ണമായിട്ട് തള്ളിപ്പറയാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല. അതുകൊണ്ട് കശ്മീർ വർഷങ്ങൾ പഴക്കമുള്ള പ്രശ്നമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് അറിയുമ്പോൾ തന്നെ അദ്ദേഹം അതിൽ ഇടപെടുകയോ അത് പൊളിക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അതായത് പാകിസ്ഥാൻ്റെ ഭാഗം ന്യായീകരിക്കുകയോ ഇന്ത്യയുടെ ഭാഗം ന്യായീകരിക്കുകയോ ഒന്നും ചെയ്യാതെ അദ്ദേഹം മിണ്ടാണ്ടിരിക്കുകയാണ്. കാരണം തുറന്നു പറയുകയാണെങ്കിൽ അമേരിക്കയിൽ ട്രംപിന് മുമ്പ് വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ത്യക്ക് പ്രതികൂലമായിട്ടും പാകിസ്ഥാൻ അനുകൂലമായിട്ടാണ് അവരുടെ എല്ലാ നിലപാടുകളും എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഒരുപാട് തീവ്രവാദികൾ പാകിസ്ഥാനിൽ വിദേശ പണം ഉപയോഗിച്ചുകൊണ്ട് താഴ്ച വളർന്നത്. ഇപ്പോൾ വിദേശ പണം ഒരുപാട് നിർത്തിയിരിക്കുന്നു. അമേരിക്കക്കാർ കൊടുക്കുന്ന പൈസ പല സംഘടനകൾക്കും കിട്ടാനുള്ളത് നിർത്തിയിരിക്കുക. അപ്പോൾ പാകിസ്ഥാനിൽ 40,000-ത്തിലധികം വരുന്ന തീവ്രവാദികളുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആ തീവ്രവാദികളിലെ ഒരു വിഭാഗമാണ് കഴിഞ്ഞ ദിവസം പെഹൽഗാമിലേക്ക് കയറി വന്നിട്ട് അവിടെ 27 പേരെ കൊന്നു. അവരിൽ ചിലവരൊക്കെ പല വ്യാജ പേരിൽ കശ്മീരിൽ താമസിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ തീവ്രവാദികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് തഴച്ച് വളരുന്നത്. അവർക്ക് പണം എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ വിദേശത്തു നിന്ന് ആ രാജ്യത്തേക്ക് വരുന്ന സഹായങ്ങൾ അത് പല ചാനലിലൂടെ കയറിയിറങ്ങി വന്നിട്ട് അവസാന തീവ്രവാദികളുടെ കയ്യിലാണ് എത്തുന്നത്. അവരത് ഇന്ത്യയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് അത് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. കാരണം കഴിഞ്ഞ ദിവസം പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായതിനു ശേഷം അമേരിക്കയുടെ ഒരു വ്യോമസേന വിമാനം ഇന്ത്യയിൽ ഇറങ്ങി, ഇസ്രായേലിലെ ഒരു വ്യോമസേന വിമാനവും ഇന്ത്യയിൽ ഇറങ്ങി. അപ്പോൾ യുദ്ധമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി അവർ കരുതിക്കൂട്ടിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് പ്രശ്നം പരിഹരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇസ്രായേലും ഗാസയും തമ്മിലുള്ള പ്രശ്നം അപ്രകാരം പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മുൻകൈ എടുത്തിട്ടുണ്ട്. ഉള്ളതുപോലെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. ഉറക്കം തൂങ്ങിയിരിക്കുന്നതല്ല. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പ്രശ്നങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപ് പരിഹരിക്കും എന്നുള്ളതാണ് ലോകം പ്രതീക്ഷിച്ചിരിക്കുന്നത്.